Next, example 31. Evaluate integrals -1 to 1 sin raised to 5x cos raised to 4x dx. ഓക്കെ, അപ്പോൾ ഈ -1 to 1 അല്ലെങ്കിൽ -π/2 to +π/2 അല്ലെങ്കിൽ -a to a f(x) dx ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചില സമയത്ത് എന്തായി മാറും? 2 into integral 0 to a f(x) dx ആയി മാറും. എപ്പോഴാണത്? ഫംഗ്ഷൻ ഈവൻ ആവുന്ന സമയത്ത്. ഇനി ഇതേ കാര്യം സീറോനോട് ഈക്വൽ ആയി വരും. എപ്പോഴാണ് സീറോനോട് ഈക്വൽ ആയി വരിക? ഫംഗ്ഷൻ ഓഡ് ആവുന്ന സമയത്ത്. ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ അല്ലെ? അപ്പൊ ഇത് ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ? അതിൽ ഏതെങ്കിലും ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ സൈൻ എക്സ് എന്താണ്? സൈൻ എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ സൈൻ റേസ്ഡ് 5x ഓഡ് പവർ ആണ്. അപ്പൊ ഓഡ് പവർ ആണെങ്കിൽ എഗെയിൻ എന്തെന്നെ ആയിരിക്കും? അത് ഓഡ് ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. ഓക്കെ, സൈൻ എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. അതിന് ഓഡ് പവർ ആയതുകൊണ്ട് റിമൈൻ ഓഡ് ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. പകരം സൈൻ സ്ക്വയറോ സൈൻ റേസ്ഡ് 4ഓ സൈൻ റേസ്ഡ് 6 ഒക്കെ ആയിരുന്നെങ്കിൽ അതെന്തായിരുന്നു? ഈവൻ ഫംഗ്ഷൻ ആകുമായിരുന്നു. എന്നാൽ ഇവിടെ ഓഡ് റേസ്ഡ് 5 ആയതുകൊണ്ട് അതൊരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഇനി കോസ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആണ്. കോസിന്റെ ഏത് പവർ വന്നാലും സെയിം എന്തെന്നെ ആയിരിക്കും? ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ഒരു ഫംഗ്ഷൻ ഓടും സെക്കൻഡ് ഫംഗ്ഷൻ ഈവനുമാണെങ്കിൽ അവരുടെ റിസൾട്ട് എന്തായിരിക്കും? എഗെയിൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അതിന്റെ മുഴുവൻ പാറ്റേൺ നോക്കാം. ഇനി ഫസ്റ്റ് ഈവൻ സെക്കൻഡ് ഓഡ് അപ്പോഴും സെയിം തന്നെ ആയിരിക്കും. എന്തായിരിക്കും? ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. പകരം രണ്ടും ഓഡ് ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ അതെന്താകുമായിരുന്നു? അത് ഈവൻ ഫംഗ്ഷൻ ആകുമായിരുന്നു. ഓക്കെ, രണ്ടും ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ അതെന്താകുമായിരുന്നു? എഗെയിൻ ഈവൻ ഫംഗ്ഷൻ ആകുമായിരുന്നു. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ഓഡും അടുത്ത ഈവൻ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഏത് കാറ്റഗറി ആയിരിക്കും? ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ ഇത് ഓഡ് ഫംഗ്ഷൻ ആണല്ലോ. -f(x) ഈക്വൽ ടു സൈൻ റേസ്ഡ് 5x കോസ് റേസ്ഡ് 4x എന്താണ്? ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ -a to a f(x) dx അല്ലെങ്കിൽ -1 to 1 f(x) dx -1 to 1 സൈൻ റേസ്ഡ് 5x കോസ് റേസ്ഡ് 4x dxന്റെ റിസൾട്ട് എന്തായിരിക്കും? അത് സീറോനോട് ഈക്വൽ ആയിരിക്കും. ഓഡ് ഫംഗ്ഷൻ. ഓക്കെ, ഓഡ് ഫംഗ്ഷൻ -a to a f(x) dx എന്തിനോട് ഈക്വൽ ആണ്? സീറോനോട് ഈക്വൽ ആണ്.